അപ്പോൾ അതെ, വ്യാസനിൽ നിന്ന് നമ്മൾ മുണ്ടശ്ശേരിയിലെത്തി നിൽക്കുക. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പറ്റി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ 874 ദിവസം കൊണ്ട് വേദവ്യാസൻ 3 വർഷം കൊണ്ട് സംസ്കൃതത്തിൽ രചിച്ച മഹാഭാരതം എന്ന മഹാകാവ്യം എന്ത് ചെയ്തു? 874 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അപ്പം മുണ്ടശ്ശേരി മാഷ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, മലയാളത്തിലെ നിരൂപകന്മാരിൽ അഗ്രേസരൻ ആയ ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞത്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഭാരതം തർജ്ജമ ഗംഭീരാണ്, പക്ഷെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ അഭിനന്ദിക്കേണ്ടത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ധൈര്യത്തെയാണ്, ചങ്കൂറ്റത്തെയാണ്. കാരണം ഈ മഹാഭാരതം താൻ ഒറ്റയ്ക്ക് തർജ്ജമ ചെയ്ത് തീർത്ത് കളയാം എന്ന് തമ്പുരാനുണ്ടായ ആ ധൈര്യം ഉണ്ടല്ലോ, ആ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതിനെയാണ് അഭിനന്ദിക്കേണ്ടത്. മഹാഭാരതം തർജ്ജമ അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ വർക്ക്. പക്ഷേ ആ വർക്ക് ചെയ്യുന്നതിന് പിന്നിൽ തമ്പുരാനുണ്ടായ ഒരു ധൈര്യമുണ്ട്. ഈ 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള സമുദ്ര സമാനമായ അർണവ സദൃശമായ ഈ മഹാഭാരതം താൻ ഒറ്റയ്ക്ക് തർജ്ജമ ചെയ്ത് കളയാം, ഞാൻ അങ്ങോട്ട് തർജ്ജമ ചെയ്ത് കളയാം എന്നുണ്ടായ തമ്പുരാനുണ്ടായ ധൈര്യം ഉണ്ടല്ലോ, അതിനെയാണ് അഭിനന്ദിക്കേണ്ടത് എന്ന് ജോസഫ് മുണ്ടശ്ശേരി മാഷ് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ എഴുത്തച്ഛൻ്റെ മഹാഭാരതം ഉണ്ട്. അത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹാഭാരതം, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, അതിലൊക്കെ പാർത്ഥസാരഥിയുടെ ശ്രീകൃഷ്ണൻ്റെയൊക്കെ ഉഗ്രം വർണ്ണനയുണ്ട്. നിറന്ന വീലികൾ നിരക്കവേ കുത്തി, നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി, കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും കുനുകുനച്ചിന്നും കുറുനിര തന്മേൽ നനൂനനെ പൊടിഞ്ഞൊരു പൊടി പറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ മനോഹരമായിട്ടുള്ള പാർത്ഥസാരഥിയുടെ വർണ്ണനയുണ്ട്. അത് എഴുത്തച്ഛൻ്റെ സംഭാവന. അങ്ങനെ മഹാഭാരതം നാടൻ പാട്ടുകളുണ്ട്. മഹാഭാരതം പാട്ട്, മഹാഭാരതം മഹാഭാരതം എന്നായി. നമ്മളൊരു പേരും മുഴുവൻ പറയില്ലല്ലോ. ഗോപാലൻ എന്നുള്ളത് ഗോലൻ 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 ഗോപാലൻ 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 ഗോലൻ ഗോലൻ ഗോല, അവസാനം ഗോലൻ എന്നാവും. അതെ, മാധവൻ എന്നുള്ളത് മാധവ 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 അങ്ങനെയാവും. അങ്ങനെ ഇടയില അക്ഷരം പോവും. അങ്ങനെയാണ് ഈ മഹാഭാരതം പാട്ട്. എന്തിനാ പറയണേ? മാപ്പിള രാമായണം ഉണ്ടല്ലോ, രാമായണത്തിനുണ്ട് ഇതുപോലെ ഒരുപാട് പാഠഭേദങ്ങളെ. മാപ്പിള രാമായണം ഉണ്ട്, മാപ്പിളപ്പാട്ടിൻ്റെ ശീല അസലായിട്ട് എഴുതിയ മാപ്പിള രാമായണം ഉണ്ട്. അതെ, എങ്ങനെ, എന്താ മാപ്പിള രാമായണം? 3 പെണ്ണിന ദശരഥന്നിക്ക ചെയ്ത പാട്ട്, അമ്മികുമ്മായം മറഞ്ഞും മക്കളില്ല പാട്ട്. 3 പെണ്ണിന ദശരഥന്നിക്ക ചെയ്ത പാട്ട്, അമ്മികുമ്മായം മറഞ്ഞും മക്കളില്ല പാട്ട്. നഞ്ഞു തിന്ന പടച്ചോൻ്റെ ബില്ലൊടിച്ച പാട്ട്, കുഞ്ഞിക്കുട്ടി തങ്കമോളെ കൈപിടിച്ച പാട്ട്. നഞ്ഞു തിന്ന പടച്ചോൻ്റെ ബില്ലൊടിച്ച പാട്ട്, കുഞ്ഞിക്കുട്ടി തങ്കമോളെ കൈപിടിച്ച പാട്ട്. മാതൃകയ്ക്ക് 4 വരി ചൊല്ലിയെന്നേ ഉള്ളൂ. അതെ, 3 പെണ്ണിനെ ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട്, കൗസല്യ, കൈകേയി, സുമിത്ര. അമ്മികുമ്മായം മറഞ്ഞും മക്കളില്ല പാട്ട്. അമ്മികുമ്മായം പറയാന്ന് പറഞ്ഞാൽ കണ്ടമാനം പറയുന്നിച്ചിട്ടും മക്കളുണ്ടായില്ല. നഞ്ഞ് തിന്ന പടച്ചോൻ്റെ ബില്ലൊടിച്ച പാട്ട്. നഞ്ഞ് തിന്ന പടച്ചോൻ ശിവൻ, കാളകൂടം വിഷം കുടിച്ചു നഞ്ഞ്. ആ ശിവൻ്റെ വില്ല്, ശൈവമാകുന്ന ചാപം ത്രയ്യമ്പകം വില്ല്. നഞ്ഞ് തിന്ന പടച്ചോൻ്റെ ബില്ലൊടിച്ച പാട്ട്. അതെ, കുഞ്ഞിക്കുട്ടി തങ്കമോളെ കൈപിടിച്ച പാട്ട്. കുഞ്ഞിക്കുട്ടി തങ്കമോള് പറഞ്ഞ സീതയെ സ്വയംവരം നടത്തണമെങ്കിൽ വില്ലൊടിക്കണം. അപ്പോൾ വില്ലൊടിച്ചു, ശിവൻ്റെ വില്ലൊടിച്ചു. ഇങ്ങനെ പോകുന്ന രാമായണത്തിനുണ്ട് ഇതുപോലെ മാപ്പിള രാമായണം. അതുപോലെ മഹാഭാരതം പാട്ട്. കുട്ടിക്കൃഷ്ണമാരാരുടെ നമ്മളൊന്ന് പറഞ്ഞു പോയി. അത് ഭാരത പര്യടനം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അത് നിരൂപണമാണ്. പിന്നെ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, അതുപോലെ MT വാസുദേവനായരുടെ അതെ 2-ാം ഊഴം. അങ്ങനെ മഹാഭാരതത്തെ ഉപജീവിച്ച് കുഞ്ചൻ നമ്പ്യാരുടെ, അതുപോലെ തന്നെ ഉണ്ണായി വാര്യർ, അത്ര കൃതികളാണ് ഉണ്ടായിട്ടുള്ളത് മലയാളത്തിൽ മാത്രം. മറ്റ് ഇന്ത്യൻ ഭാഷകളിലെയും ലോക ഭാഷകളിലെയൊക്കെ അവിടെ നിൽക്കട്ടെ. അതെ, അതൊക്കെ അതിശയിപ്പിക്കുന്നത് രാജാജി, അതെ രാജഗോപാലാചാരി മറ്റേ മഹാഭാരതം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കമലാ സുബ്രഹ്മണ്യം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മലയാള വിവർത്തനങ്ങളുമുണ്ട്.
മഹാഭാരതത്തെ ഉപയോഗിച്ചുള്ള കഥകൾ അങ്ങനെ ഒരു തരം ഈ മഹാഭാരതമാകുന്ന സമുദ്രത്തിൽ നിന്നുണ്ടായ മേഘങ്ങളാകുന്ന കവികൾ പൊഴിച്ചിട്ടുള്ള കൃതികൾക്ക് യാതൊരറ്റമില്ല എന്നാണ് നമുക്കിപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതെപ്രകാരം ഇരുന്നാലും ഇനിയിപ്പോൾ എങ്ങനെയാണ് മഹാഭാരതം, നമ്മൾ വീണ്ടും വ്യാസഭാരതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. കൈശോരഭാരതം ഞാൻ പറയുന്നതുകൊണ്ട് അത് കൈശോരഭാരതം. വ്യാസൻ്റെ ഭാരതത്തിൻ്റെ അതിൻ്റെ ഒരു സമ്പ്രദായം, അതിൻ്റെ ഒരു ശില്പം എന്താ, അതിൻ്റെ ശില്പച്ചാൽ എങ്ങനെയാണ് വ്യാസൻ അതിൻ്റെ സ്ട്രക്ചർ, ഘടന, രൂപം കൊടുത്തേക്കണേ. അത് മനസ്സിലാവാത്ത ഭാഷയിലും പറയാം, മനസ്സിലാവുന്ന ഭാഷയിലും പറയാം. അങ്ങനെയുണ്ട്. മനസ്സിലാവാത്ത ഭാഷയിൽ പറയലുണ്ട്. അതെ, പെട്ടെന്ന് കേട്ടൊന്നും മനസ്സിലാവില്ല. എന്നാൽ മനസ്സിലാവുന്ന ഭാഷയിലും പറയാം. അപ്പം മനസ്സിലാവാത്ത ഭാഷയിൽ പറയുക, അത് വേണോ, വെറുതെ ഇരിക്കട്ടെന്ന്, നമുക്ക് പിന്നെ അത് മനസ്സിലാക്കാമല്ലോ. എങ്ങനെയാണ് മഹാഭാരതം ത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു രചനാ സമ്പ്രദായം എങ്ങനെയാണ്? നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷികൾ 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ആരംഭിക്കുകയും ആ സത്രത്തിൽ പുരാണ കഥകൾ പറഞ്ഞ് ജനങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കിയ ലോമഹർഷണൻ വ്യാസൻ്റെ കയ്യിൽ നിന്ന് പുരാണ കഥകൾ കേട്ടും രോമാഞ്ചമുണ്ടായി, ആ കഥകൾ മറ്റുള്ളവരോട് പറഞ്ഞ് രോമാഞ്ചമുണ്ടാക്കിയ രോമഹർഷണൻ അല്ലെങ്കിൽ ലോമഹർഷണൻ എന്ന സൂതൻ്റെ മകൻ ഉഗ്രശ്രവസ് അവിടെ കയറി ചെന്നപ്പോൾ ശൗനകാദി മുനികൾ ഉഗ്രശ്രവസിനോട് മഹാഭാരതം കഥ പറയാൻ ആവശ്യപ്പെടുകയും ഉഗ്രശ്രവസ് ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വെച്ച് ശിഷ്യന്മാരോടുകൂടി വേദവ്യാസ മഹർഷി ജനമേജയൻ്റെ സർപ്പസത്രത്തിലേക്ക് കയറി ചെന്നപ്പോൾ പരീക്ഷിത്തിൻ്റെ കഥ, ജനമേജയൻ്റെ അച്ഛനായ പരീക്ഷിത്ത് ഉൾപ്പെടെയുള്ള പാണ്ഡവന്മാരുടെ കൗരവന്മാരുടെയും കഥ പറയാൻ വ്യാസമഹർഷിയോട് ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാസമഹർഷി തൻ്റെ ശിഷ്യനായ വൈശമ്പായനോട് ജനമേജയൻ്റെ സർപ്പസത്ര സദസ്സിൽ വെച്ച് ഭാരതം പറയാൻ പറയുകയും ജനമേജയൻ ഭാരതം പറയുകയും അത് കേട്ട് ഉഗ്രശ്രവസും അദ്ദേഹത്തിൻ്റെ ലോമഹർഷനും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉഗ്രശ്രവസും അത് കേട്ട് പഠിക്കുകയും അത് കേട്ട് ഇവിടെ വന്ന് ഈ നൈമിഷാരണ്യത്തിലുള്ള ശൗനകാദി മഹർഷിമാരോട് ഈ കഥ പറയുകയും ചെയ്തു. എന്തെങ്കിലും മനസ്സിലായോ? അവിടെയൊക്കെ ചിലത് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതാണ് ഭാരതത്തിൻ്റെ സ്ട്രക്ചർ. ഇത് നമുക്ക് അഴിച്ചുകൂട്ടി മനസ്സിലാക്കാം. ഇതിപ്പോൾ എന്തിനെങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒന്ന് ചുരുക്കി പറയാം. അതെ, എന്നൊരു സമ്പ്രദായം ഭാരതത്തിലുണ്ട്. ഭാരതം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് പരത്തിയും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കിയിട്ടും പരത്തിയിട്ടും വിസ്തരിച്ചു എന്നാണ്. ചുരുക്കിയിട്ടും വിസ്തരിച്ചു, ചുരുക്കിയിട്ട് പിന്നെ വിസ്തരിക്കാൻ പറ്റുക. അതെ എന്ന് ചോദിച്ചാൽ 1.5 ലക്ഷം ശ്ലോകമുണ്ടേ. അതന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ലഘു വിജ്ഞാപനം 12 പേജ് ഉണ്ടാവും. ലഘു വിജ്ഞാപനം എന്നാണ്. ലഘുവായിട്ടൊരു മസാല ദോശ കഴിച്ചു. അതെ, മസാല ദോശ എന്നല്ല, മസാല ദോശ എന്നാണ്. മസാല വയറ്റി എന്നല്ലേ ദോശ, അത്ര ഗ്യാസ് ഉണ്ടാവും. മസാല ദോശ എന്നുകൊണ്ടാണ് മസാല ദോശ എന്നായത്. അതുമാതിരി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ലഘു വിജ്ഞാപനം 12 പേജ് ലഘുവേ. അതുപോലെ ലഘുവായിട്ടൊന്ന് പറഞ്ഞു. ഇനി ഇത് നമുക്ക് വിസ്തരിച്ച് പരിശോധിക്കാം. വിസ്തരിച്ച് പരിശോധിക്കുമ്പോഴാണ് മഹാഭാരതത്തിൻ്റെ ക്രാഫ്റ്റ് എന്താന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് മനസ്സിലാവുള്ളൂ. അതിപ്പോൾ എന്താ അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതിപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ, ഇതിൽ 3 പദങ്ങൾ, 3 അല്ലെങ്കിൽ 2 പദങ്ങളെങ്കിലും മിനിമം നമ്മൾ മനസ്സിലാക്കണം ആദ്യം. എന്നിട്ടാണ് അതിലേക്ക് പ്രവേശിക്കുക. ഒന്ന് നൈമിഷാരണ്യം, പിന്നൊന്ന് സൂതൻ. എന്താണ് ഈ നൈമിഷാരണ്യം? എന്താണ് ആരാണ് ഈ സൂതൻ? അതിൽ നമുക്ക് അതാണ് കഥ പറയുന്ന സ്ഥലം നൈമിഷാരണ്യം. മഹാഭാരതം കഥ പറഞ്ഞത് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ്. ഭാഗവതം കഥ പറഞ്ഞത് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ്. എന്താണ് ഈ നൈമിഷാരണ്യം? അത് മനസ്സിലാക്കണം. പിന്നെ എന്താണ് ഈ സൂതൻ? ആരാണ് ഈ സൂതൻ? അതിൽ സൂതൻ ആരാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പിന്നെ നൈമിഷാരണ്യത്തിലേക്ക് വരാം. ആരാ സൂതൻ? കഥ പറയണ ആള് സൂതൻ. വിസ്തരിച്ച് വഴിയെ